240 കായിക താരങ്ങൾക്ക് കൂടി സംസ്ഥാന സർക്കാർ സർവീസിൽ ജോലി നൽകാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. 846 പേർക്ക് ഇതിനകം ജോലി നൽകിയതായി മന്ത്രി അറിയിച്ചു. കോഴിക്കോട് ചെറുവാടിയിൽ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കായിക മന്ത്രി. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിലൂടെ 267 പഞ്ചായത്തുകളിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 67 എണ്ണം ഉദ്ഘാടനം ചെയ്തു. എല്ലാ പഞ്ചായത്തിലും ഒരു കായിക പരിശീലകനെ നൽകാനുള്ള നടപടികളിലേക്ക് സർക്കാർ എത്തി. ലഭ്യമായിട്ടുള്ള ഓരോ കളിസ്ഥലങ്ങളിലും കായിക പരിശീലനം ഉറപ്പുവരുത്താൻ സാധിക്കും. ഇതിലൂടെ യുവാക്കളിലെ ലഹരി ഉപയോഗം കുറക്കാൻ സാധിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 846 കായിക താരങ്ങൾക്ക് സർക്കാർ സർവീസിൽ ജോലി നൽകി. 240ഓളം താരങ്ങൾക്ക് പുതുതായി ജോലി നൽകാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് 846 കായിക താരങ്ങൾക്ക് നമ്മൾ സർക്കാർ സർവീസിൽ ജോലി നൽകി. ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ, ഒളിമ്പിക്സ് തുടങ്ങിയിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മളിപ്പോ ജോലി നൽകാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പൊ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ 240 കായിക താരങ്ങൾക്ക് കൂടി ജോലി നൽകാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുക. കായിക വകുപ്പ് അനുവദിച്ച 50 ലക്ഷം രൂപയും ലിൻഡോ ജോസഫ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 50 ലക്ഷം രൂപയും ചേർത്ത് 1 കോടി രൂപ ചെലവിലാണ് ചെറുവാടിയിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.